നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ, സയ്യിദന്മാർ, സാദാത്യങ്ങൾ തുടങ്ങി സമസ്യയെ നയിച്ചു കൊണ്ടുവന്ന മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ടാർഗറ്റ് സ്വർഗീയ അനുഭൂതിയാണ്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. ആ സ്വർഗീയ ആരാമത്തിലേക്കുള്ള പാതയം കാണിച്ചു തന്ന മഹത്തായ സമസ്ത എന്ന ആധികാരിക മത സംഘടന. അതില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ കൂടി സംസാരിക്കാനോ ഇങ്ങനെ ഒന്ന് ഇരിക്കാനോ. ഒരു മുബാറക്കായ മുൻകാലങ്ങളായ പണ്ഡിതന്മാരൊക്കെ പറയാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമസ്ത നേതാക്കളോട് കൂടി നാം, അതായത് സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, വകൂനു മഅ സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരോട് കൂടി ആവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ പറയുകയാണ്. സത്യവിശ്വാസം, ഞങ്ങളുടെ വിശ്വാസം നന്നാക്കണം, ഞങ്ങളുടെ തൗഹീദ് നന്നാക്കണം. പിന്നെയാണ് ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, നിങ്ങൾ മുത്തഖീങ്ങളാണ്. പിന്നെ ആദ്യം തൗഹീദ് നേരെയാക്കണം. നമ്മൾക്ക് ഒരു 1970 കൂർഗ് ജമിയത്തുൽ ഉലമ എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ടിരുന്നു. അവര് ആദ്യമായി പല മദ്രസകളും ഏകീകരിച്ചു. എത്രയാണ് 20-25 മദ്രസ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ അവർ ഒരു ഏകീകരണം നൽകിയിട്ട് അവസാനം ഈ മദ്രസകളൊക്കെ സമസ്തയിലേക്ക് അംഗീകരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയായിരുന്നു. അതിന് മുമ്പുള്ള നൂറ്റാണ്ടുകളും വിശുദ്ധമായതാണ്. ആ വിശുദ്ധമായ നൂറ്റാണ്ടുകളിലെ മഹത്തായ ആശയത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് രൂപം നൽകപ്പെട്ടിരിക്കുന്നത്. മഹാന്മാരായ അംബിയാവിന്റെ പാത പരിശുദ്ധമായതാണ്. നബി അലൈഹിസ്സലാം മുതൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ അംബിയാക്കളും വിശുദ്ധമായ പാതയിലാണ് അവർ സഞ്ചരിച്ചത്. സമുദായത്തിനെ ആ വഴിയിൽ സഞ്ചരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അംബിയാക്കന്മാരുടെ 21ನೇ ಶತಮಾನದಲ್ಲಿ ಸಮಸ್ತವೆಂಬ ಸುನ್ನಿನೌಕೆಯ ನಾವಿಕರಾಗಿ ಆಶಯ ಆದರ್ಶದ ಪ್ರತಿಬದ್ಧತೆಯಲ್ಲಿ ಅಚಲವಾಗಿ ನಿಂತು ಯಾವ ಶಕ್ತಿಗೂ ನವೀನವಾದವನ್ನು ನುಸುಳಲು ಅವಕಾಶ ನೀಡದ ಸುನ್ನಿ ಮುಸಲ್ಮಾನರ ಅಭಿಮಾನ ನಾಯಕ ವರ್ತಮಾನ ಕಾಲಕ್ಕೆ ಅಲ್ಲಾಹು ಅಕ್ಬರ್. ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് സമൂഹത്തിനോട് കൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 100 കൊല്ലം പൂർത്തിയാക്കിയത് എന്നുള്ള സത്യം നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പഴയ സംഘടന 100 വർഷം എന്ന് പറയുമ്പോൾ ഇതിന്റെ ശേഷം ഇനി എത്ര സംഘടനകൾ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ എത്ര വന്നിട്ടുണ്ടെങ്കിലും സാബിഖായ ഒരു സംഘടന ഇതാണ്. സാബിഖിനുള്ള മഹത്വം ഒരിക്കലും അതിന്റെ പോഷക സംഘടനകളുടെ പണ്ഡിതന്മാരും മറ്റ് ബഹുമാനമുള്ള പണ്ഡിത വിദ്യാർത്ഥികൾ, മറ്റ് മോഹിനിയങ്ങൾ, ബഹുമാനമുള്ളവർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ, ഈ രാജ്യത്തിൻ്റെ മത സൗഹാർദ്ദം
മറ്റ് മനുഷ്യർക്കിടയിലുള്ള സ്നേഹം, സ്ഥാപിത ലക്ഷ്യങ്ങൾ, ഇതിനൊക്കെ ഏതെങ്കിലും നൽകുന്ന ഒരു വിപരീതത്തിലുള്ള പ്രവർത്തനം ഈ സംഘടനയിൽ നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതുണ്ട് എന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽഉലമയുടെ അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽഉലമയോട് ബന്ധപ്പെട്ട അത് പൂർണ്ണമായി നിർവഹിച്ചു കൊടുക്കേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്തം. എന്ന് പറഞ്ഞാൽ സ്ത്രീനെ അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ജോലി ചെയ്യാനും ഒരു സ്ത്രീനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അവളെ ഒരു പളുങ്ക് പാത്രത്തിന് എത്രമാത്രം നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണോ അതിനെ സൂക്ഷിക്കുന്നത് എന്നതുപോലെയാണ് സ്ത്രീനെ സൂക്ഷിക്കപ്പെടേണ്ടത്, അവളെ സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നാലും അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പോക്കറ്റ് പണിയൊക്കെ കൊടുക്കുന്നത്. പുരുഷന്മാർക്കാണ് കിട്ടുന്നത് എഴുതിച്ചാന്ന് നമ്മൾ പറയാം. സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട പുരിത്തയിലാവുന്ന വലിയ ഇമാമാണ്. മുമ്പരത് കൈകൊണ്ടിയതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി കൊണ്ട് സജ്ജീകരിക്കപ്പെട്ട സ്ഥലത്ത് കാണാൻ റസൂലുള്ളാഹിന്റെ തല കണ്ടാൽ മതി. റസൂലുള്ളാഹി എങ്ങോട്ടാണ് തിരിഞ്ഞിരുന്നത്, അപ്പൊ റസൂലുള്ളാഹി എങ്ങനെയാണ് അവിടെ ഇരുന്നതെന്ന് തല കാണാൻ വേണ്ടിയിട്ടാണ് മുമ്പര് പിന്നാലെ കൂടിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ ആ പ്രവർത്തനങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ മഹാന്മാരാവുന്ന സഹാബത്ത് ചെയ്തിട്ടുണ്ട്. അതിനൊരു പള്ളിക്ക് യാതൊരു വ്യത്യാസമില്ല.